നമസ്കാരം. ലൈഫ് ഓഫ് ലക്ഷ്യയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാം വസിക്കുന്ന ഭൂമിയുടെ യഥാർത്ഥ ഉടമകൾ നാഗങ്ങളാണ് എന്നാണ് വിശ്വസിച്ചു പോരുന്നത്. നാഗദൈവങ്ങളെ അത്രത്തോളം പ്രാധാന്യത്തോടെ ആരാധിച്ചു പോരുന്നുണ്ട്. അവരുടെ അനുഗ്രഹത്താലാണ് നമ്മൾക്ക് ഇവിടെ സുഖമായി വസിക്കുവാൻ ആകുന്നത് എന്ന് തന്നെയാണ് വിശ്വാസം. അത്രത്തോളം ഭക്തിയോടുകൂടിയാണ് നാഗങ്ങളെ നമ്മൾ ഓരോ ജനങ്ങളും ആരാധിക്കുന്നതും ഭക്തിയോടെ ബഹുമാനിച്ചു പോരുന്നതും. ഏത് രൂപം എടുക്കുവാൻ നാഗങ്ങൾക്ക് സാധിക്കും. ആകാശനാഗം, സ്തനനാഗം, കുഴിനാഗം എന്നിങ്ങനെ 3 തരം നാഗങ്ങളാണുള്ളത്. ഇന്നും നാഗങ്ങളെ ആരാധിക്കുന്നു. നാഗരാജാവ്, നാഗേക്ഷി എന്നിങ്ങനെയാണ് കൂടുതലായും നമ്മൾക്ക് അറിയാവുന്ന ഭാവങ്ങളിൽ. കാരണം നമ്മൾ ഏത് നാഗക്ഷേത്രത്തിൽ ചെന്നാലും നാഗരാജാവ്, നാഗേക്ഷിയമ്മ എന്നിങ്ങനെ 2 ഭാഗത്തിലാണ് അല്ലെങ്കിൽ 2 രൂപത്തിലാണ് നമ്മൾ ആരാധിക്കുന്നതെങ്കിൽ പോലും നാഗങ്ങൾ പലതരത്തിലുണ്ട്, അല്ലെങ്കിൽ പല വിധത്തിലുള്ള പല ഭാവങ്ങൾ അവർക്കുണ്ട്. അപ്പോൾ കൂടുതൽ ആരാധിച്ചു പോരുന്നത് നാഗരാജാവ്, നാഗയക്ഷിയമ്മ എന്നിങ്ങനെ രൂപത്തിലാണ്. മനുഷ്യർ ആരാധിക്കുന്ന ദേവകൾക്ക് സമാനമായി തന്നെയാണ് നാഗങ്ങളെ ആരാധിക്കുന്നത്. നാഗയക്ഷി എന്ന രൂപത്തിൽ, നാഗയക്ഷിയമ്മ എന്ന ഭാവത്തിലാണ് നാഗദേവതയെ ആരാധിച്ചു പോരുന്നത്. നാഗരാജാവിൻ്റെ അർദ്ധാംഗിനിയാണ് നാഗയക്ഷിയമ്മ. നാഗരാജാവിന് മേൽ ഭഗവാൻ വിഷ്ണു ശയിക്കുന്നു എന്നതാണ് വിശ്വാസവും. നാഗയക്ഷിയെ നാഗലക്ഷ്മി എന്നും വിളിക്കുന്നുണ്ട്. ശീർഷ എന്നും നാഗയക്ഷിക്ക് മറ്റൊരു പേരുണ്ട്. അപ്പോൾ കേരളത്തിൽ മണ്ണാറശാലയിൽ നാഗയക്ഷി പ്രതിഷ്ഠയുണ്ട്. അതേപോലെ തന്നെ മറ്റു പല ക്ഷേത്രങ്ങളിലും നാഗദൈവങ്ങളെ ആരാധിക്കുന്ന, അത്രത്തോളം പ്രാധാന്യം നൽകി ആരാധിക്കുന്ന ക്ഷേത്രങ്ങൾ പലതുണ്ട്. രാഹുകാലത്തും കേതുകാലത്തും എല്ലാം പ്രത്യേകിച്ചും നാഗപ്രീതി വരുത്തുന്നത് ദോഷങ്ങളൊക്കെ ഒഴിഞ്ഞു മാറി ഭാഗ്യം അല്ലെങ്കിൽ ഫലദായകമായ ഭാഗ്യങ്ങൾ നമ്മൾക്ക് ലഭിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ചില നക്ഷത്രക്കാർ, ചില നാളുകാർ നാഗയക്ഷി അമ്മയുമായി ബന്ധപ്പെട്ട നാളുകാരാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നാഗയക്ഷി അമ്മയുടെ അനുഗ്രഹം കൂടുതലായി ലഭിക്കുന്ന, അല്ലെങ്കിൽ നാഗയക്ഷി അമ്മയ്ക്ക് കൂടുതലായി ഇഷ്ടമുള്ള ചില നക്ഷത്രക്കാർ, അല്ലെങ്കിൽ കൂടുതൽ അടുപ്പമുള്ള, അതായത് കൂടുതൽ അനുഗ്രഹം ലഭിക്കുന്നതെന്ന് പറയാൻ സാധിക്കില്ല. കാരണം എല്ലാ ദൈവങ്ങൾക്കും, എല്ലാ ഭക്തരോടും അവർക്ക് ആവശ്യമായ അനുഗ്രഹങ്ങളെല്ലാം ദൈവം നൽകുന്നുണ്ട്. എങ്കിൽ പോലും ചില നക്ഷത്രക്കാർക്ക്, ചില ദേവതകൾക്ക് ചില നക്ഷത്രക്കാരുടെ പ്രത്യേകമായ ഒരു താല്പര്യവും അല്ലെങ്കിൽ അനുഗ്രഹം, പ്രത്യേകമായിട്ടുള്ള ഒരു അനുഭൂതി ആ ദൈവങ്ങൾക്കും അല്ലെങ്കിൽ ദൈവങ്ങളിൽ നിന്നും നമ്മൾക്ക് ലഭിക്കുന്നതായി. ചില ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ തന്നെ നമ്മൾക്ക് ഏത് ദേവനെയാണോ നമ്മൾ കൂടുതലായി ആരാധിക്കുന്നത്, ആ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക അനുഭൂതി അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു ചൈതന്യമൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ചില നക്ഷത്രക്കാർക്ക്, അപ്പോൾ നമ്മളിത് പറഞ്ഞു വന്നത് നാഗയക്ഷി അമ്മയ്ക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ചില, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യദായകമായി നൽകുന്ന ചില നക്ഷത്രക്കാരുണ്ട്, അവരെക്കുറിച്ചാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ ഭരണിയാണ്. അപ്പോൾ ഭരണി നക്ഷത്രക്കാർ നാഗയക്ഷിയുമായി വളരെ ബന്ധപ്പെട്ട ഒരു നക്ഷത്രമായതുകൊണ്ട് തന്നെ ഭരണി നക്ഷത്രക്കാർ നാഗലക്ഷ്മിയെ ആരാധിക്കുന്നത്, നാഗയക്ഷിയമ്മയെ ആരാധിക്കുന്നത് വളരെ നല്ലതാണ്, പ്രത്യേകിച്ചും രാഹുകാലത്ത്. ഇത് തടസ്സങ്ങൾ നീങ്ങുവാനും, എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഒരു തടസ്സമുള്ള ആളുകൾ, അതായത് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർ പ്രത്യേകിച്ച്, പിന്നെ ഭരണി നക്ഷത്രത്തിൽ ജനിച്ച തന്നെ ചില സമയത്തിൻ്റെ മാറ്റം കാരണം ചില ആളുകൾ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും ഒരു തടസ്സം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് രാഹുകാലത്ത് നാഗയക്ഷി അമ്മയെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്, ഗുണം ലഭിക്കുന്ന കാര്യം തന്നെയാണ്. ഏതെങ്കിലും കാര്യത്തിന് ഇറങ്ങുമ്പോൾ നാഗയക്ഷിയെ ആരാധിച്ച് ഇറങ്ങുന്നത് നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ നൽകുന്നതായിരിക്കും. സാമ്പത്തിക നേട്ടം ലഭിക്കാനും സാധിക്കും. കാരണം നമുക്ക് ലഭിക്കേണ്ടതായ സാമ്പത്തികം പല വഴികളിൽ ബ്ലോക്കായി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ വന്നു ചേരുന്നവർ നാഗയക്ഷി അമ്മയെ പ്രാർത്ഥിക്കുന്നത് നല്ലൊരു ഫലം ലഭിക്കാൻ സഹായിക്കും. അതുപോലെ ജന്മനക്ഷത്ര ദിവസം നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും നാഗയക്ഷിയെ ആരാധിക്കുന്നതും നമ്മളാൽ കഴിയുന്ന വഴിപാടുകൾ പ്രാർത്ഥിക്കുന്നതുമൊക്കെ നല്ല ഫലങ്ങൾ ലഭിക്കുവാനായി സാധിക്കുന്നതാണ്. അടുത്തത് നാഗയക്ഷിയുമായി ബന്ധപ്പെട്ട ഒരു നക്ഷത്രം രോഹിണിയാണ്. രോഹിണി നക്ഷത്രവും നാഗങ്ങളുടെ അനുഗ്രഹമുള്ള നക്ഷത്രമാണ്. കാരണം അവർക്ക് നമ്മളോട് അത്രത്തോളം അനുഗ്രഹം നൽകാനായി കാത്തിരിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കുന്നോ നമ്മൾക്ക് ഫലം കൂടുതലായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ചും രാഹുകാലത്ത് ഇവർ നാഗയക്ഷിയെ ആരാധിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിനാൽ ഇക്കാലത്ത് ഇവർക്ക് നല്ല ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും. ഈ സമയത്ത് നിത്യവും ആരാധിക്കുക. നിങ്ങൾക്ക് ദോഷങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സമുള്ളവരൊക്കെ നാഗയക്ഷിയെ ആരാധിക്കുന്നത് വളരെ
ഗുണകരമായ മാറ്റം നിങ്ങൾക്ക് തരുന്നതാണ്. ദേവതയെ ആരാധിക്കുന്നതിലൂടെ കഷ്ടതകളും ദുരിതങ്ങളും പടിയിറങ്ങുന്നതാണ്. കഷ്ടതകളും ദുരിതങ്ങളും പടിയിറങ്ങിയിട്ട് നല്ലൊരു കാലവും മുന്നോട്ടുള്ള സുഗമമായൊരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കുടുംബ ബന്ധങ്ങൾ നന്നായി പോകുവാനും ഇത് നല്ലതാണ്. നാഗമന്ത്രം ജപിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നാഗക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും രോഹിണി നക്ഷത്രക്കാർക്ക് വളരെ ഉയർച്ചയും ഗുണഫലങ്ങളുമായിരിക്കും പ്രദാനം ചെയ്യുന്നത്. നാഗയക്ഷിയുടെ അനുഗ്രഹം കൂടുതലായിട്ടുള്ള അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിരയാണ്. തിരുവാതിര നാഗയക്ഷിയുടെ അനുഗ്രഹമുള്ള മറ്റൊരു നക്ഷത്രമാണ്. ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഇതിനാൽ തന്നെ ഇവർക്ക് വന്നു ചേരുന്നതുമാണ്. ശത്രുദോഷം അകലും, അതേപോലെ തന്നെ ദുഃഖ ദുരിതങ്ങൾ ഒഴിയും, കഷ്ടതകൾ ഒഴിയും. ജീവിതത്തിൽ ഉണ്ടായിരുന്ന കഷ്ടതകൾ ഒഴിഞ്ഞ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഗുണകരമായ ഒരു മാറ്റം ഇതിലൂടെ നാഗയക്ഷിയെ ആരാധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അവസരങ്ങൾ വർദ്ധിക്കും. ജീവിതത്തിൽ അവസരങ്ങളൊക്കെ തടസ്സപ്പെട്ടുകൊണ്ടിരുന്ന ആളുകൾക്ക് അവസരങ്ങൾ വർദ്ധിക്കുകയും ശത്രുക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായി സാധിക്കുകയും ചെയ്യുന്നു. അതേപോലെ ദുഃഖ ദുരിതങ്ങൾ ഒഴിയുകയും നിത്യവും ആരാധിക്കുന്നത് വളരെയേറെ നല്ല ഫലങ്ങൾ നൽകുന്നതും ആയിരിക്കും. നാഗയക്ഷിയുടെ അനുഗ്രഹമുള്ള അടുത്ത നക്ഷത്രം ആയില്യമാണ്. എവർക്കും അറിയുന്നതാണ് നാഗരാജാവിൻ്റെ അനുഗ്രഹമുള്ള നക്ഷത്രമാണ് ആയില്യം എന്നത്. ആയില്യം തന്നെ നാഗ നക്ഷത്രമാണ്. നാഗദൃഷ്ടിയുള്ളവരാണ് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ. അപ്പോൾ നാഗദേവതകൾ ദേവതയാകുന്ന നക്ഷത്രമാണ് ആയില്യം. ഇവർ നാഗങ്ങളെ പ്രസാദിപ്പിക്കുന്നത് വളരെയേറെ ഗുണകരമായിരിക്കും. ജീവിതത്തിൽ ഉടനീളം അത് വളരെയേറെ ഇവർക്ക് അനുകൂലമായ, ആയില്യ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അനുകൂലമായ മാറ്റങ്ങൾ നൽകുന്നതാണ്. ഏത് കാര്യത്തിനും മുന്നോടിയായും നാഗയക്ഷിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ഫലങ്ങൾ നൽകുന്നതാണ്. ഉയർച്ച വന്നു ചേരുകയും ഭാവിയിൽ അനുകൂലമായ കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നതാണ്. നാഗക്ഷേത്ര ദർശനം നടത്തുന്നതും ആയില്യ നക്ഷത്രക്കാർക്ക് ശുഭകരമായ ഫലങ്ങൾ തന്നെയായിരിക്കും സമ്മാനിക്കുന്നത്. അടുത്ത നക്ഷത്രം അത്തമാണ്. അത്തം നക്ഷത്രം രാഹുകാലത്ത് നാഗദേവതയെ പ്രാർത്ഥിക്കുന്നത് ഏറെ ഗുണഫലങ്ങൾ നൽകുന്നതാണ്. കഷ്ടതകൾ, ജീവിതത്തിൽ ഉണ്ടായിരുന്ന നഷ്ട ദുരിതങ്ങൾ ഒക്കെ ഒഴിയുകയും പ്രതീക്ഷിക്കാത്ത രീതികളിൽ നിങ്ങൾക്ക് ഉയർച്ചകരമായ മാറ്റങ്ങൾ ഉണ്ടാവുകയും കർമ്മരംഗം, നിങ്ങൾ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്ന ആ രംഗത്ത് ഏറ്റവും നല്ല ശോഭനകരമായ നല്ല ഫലങ്ങൾ, ശോഭയോടുകൂടി നല്ല ചെയ്യുന്ന പ്രവൃത്തിയിൽ ഗുണകരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നേർവഴിയിലൂടെ തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങളെ നയിക്കുന്നതായിരിക്കും. ഭാഗ്യം വർദ്ധിക്കുകയും ചെയ്യും. നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. ആയില്യം നാളിൽ ദർശനം നടത്തുന്നതാണ് ഏറ്റവും കൂടുതൽ ഗുണകരമായി വരുന്നതും. അടുത്ത നക്ഷത്രം പൂരമാണ്. ഇവരും രാഹുകാലത്ത് ദേവതയെ ആരാധിക്കുന്നത് വളരെ ഉത്തമമാണ്. ത്വക്ക് രോഗ സംബന്ധമായ പ്രശ്നങ്ങൾ, അതായത് അലർജി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് ഇത് ക്ഷേത്ര ദർശനം നടത്തുന്നത്, നാഗദേവതയെ പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഗുണകരമായ ഫലങ്ങൾ സമ്മാനിക്കുന്നതാണ്. ജീവിതത്തിൽ ഉടനീളം വിജയകരമായ കാര്യങ്ങൾ, വിജയമായിരിക്കും നിങ്ങൾക്കുണ്ടാകുന്ന തടസ്സങ്ങൾ നീങ്ങി ജീവിത വിജയം നിങ്ങൾക്ക് ലഭിക്കുകയും ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും വന്നു ചേരുകയും ചെയ്യും. ലക്ഷ്യത്തിലെത്താൻ നിങ്ങളെ നാഗദൈവങ്ങളുടെ അനുഗ്രഹം കൊണ്ട് നാഗദൈവങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിരിക്കും. മനക്ലേശങ്ങൾ, ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടുള്ള മനക്ലേശങ്ങളൊക്കെ ഒഴിയുകയും നാൾക്കുനാൾ ഐശ്വര്യം വന്നു ചേരുകയും ചെയ്യും. നാഗക്ഷേത്ര ദർശനവും മന്ത്രോച്ചാരണവും നമ്മളാൽ കഴിയുന്ന വഴിപാടുകളുമൊക്കെ നടത്തിയാൽ ഗുണഫലങ്ങൾ ഏറിയിരിക്കും. അടുത്തത് പൂരാട നക്ഷത്രമാണ്. ഇവർ കേതു ദശാകാലത്ത് നാഗദേവതയെ ആരാധിക്കുന്നത് വളരെ ഉത്തമമാണ്. ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവും. നിത്യവും ദേവതയെ ആരാധിക്കുന്നതിലൂടെ തന്നെ ഉയർച്ച നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. സാമ്പത്തിക ഉന്നതി ഉണ്ടാവുകയും സംസാരത്താൽ വന്നു ചേരാൻ ഇടയുള്ള ദോഷം പോലും നീങ്ങാൻ സാധിക്കും. കാരണം ചില സമയങ്ങളിൽ നാവ് തന്നെ നമുക്ക് ശത്രുവായി മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്ന വാക്കുകൾ 1-2 തവണ ആലോചിച്ചതിന് ശേഷം മാത്രം പുറത്തോട്ട് പറയാനായി നിൽക്കുക. കാരണം ആ വാക്കുകൾ തന്നെ മറ്റുള്ളവരെ നമ്മളിലേക്ക് വിരോധത്തിലേക്ക് എത്തിക്കുന്നതാണ്. നമ്മളുടെ നാക്ക് തന്നെ ചിലപ്പോൾ നമുക്ക് ശത്രുവായി മാറുന്ന ഒരു അവസരമൊക്കെ പൂരാട നക്ഷത്രക്കാർക്ക് വന്നു ചേരാറുണ്ട്. നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചാലും അവർക്ക് തിരിച്ചടി അത് ഭഗവാൻ നൽകും എന്ന രീതിയിൽ ചിന്തിക്കേണ്ടതാണ്. കാരണം തെറ്റു ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടും എന്നതാണ് ഭഗവാന്റെ നീതി. അപ്പോൾ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ടതായി യാതൊരു ആവശ്യവുമില്ല. അത് ദൈവം നോക്കിക്കോളും. അപ്പോൾ നമ്മൾ നാവാൽ മറ്റൊരാളെ ദോഷിക്കാനോ അല്ലെങ്കിൽ ദ്വേഷകരമായ കാര്യങ്ങൾ പറയാതിരിക്കാനോ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നാഗക്ഷേത്ര ദർശനമൊക്കെ നടത്തിയാലും നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ സന്തോഷകരമായ ഒരു ഭാവി കെട്ടിപ്പടുക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നാളുകാർ കേതുകാലത്ത് നാഗദേവതയെ ആരാധിക്കുന്നത് ഉത്തമമാണ്. നിത്യവും ആരാധിക്കുന്നതിലൂടെ തന്നെ രോഗദുരിതങ്ങൾ ഒഴിയുകയും ഇത് സന്താനങ്ങൾക്കും വളരെ ഗുണങ്ങൾ. നിങ്ങളുടെ പ്രാർത്ഥന, നമ്മളുടെ ഓരോ ആളുകളുടെയും പ്രാർത്ഥന സന്താനങ്ങൾക്ക് വേണ്ടിയാണ് മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നത്. എങ്കിൽ പോലും ഈ
തൃക്കേട്ട നക്ഷത്രക്കാർ നാഗദേവതയെ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഫലം മക്കൾക്ക് വളരെ അനുകൂലമായ രീതിയിൽ എത്തിച്ചേരുന്നതാണ്. അതുപോലെ തന്നെ പങ്കാളിക്കും സൗഖ്യം വരികയും കർമ്മരംഗത്ത് ഉയർച്ച ഉണ്ടാകുന്നതായിരിക്കും. ദേവതകൾക്ക് വഴിപാടുകൾ നടത്താൻ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ തങ്ങളാൽ കഴിയുന്ന തങ്ങളുടെ സമ്പത്തിനനുസരിച്ച് എത്രത്തോളം പറ്റും എന്ന് ഒരുപാടെന്നല്ല, ഏത് ക്ഷേത്രത്തിൽ പോയാലും എണ്ണ, തിരി, കർപ്പൂരം അങ്ങനെ പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അത് ദേവന് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഒരുപാട് ചെയ്യണമെന്ന് ആരും പറയുന്നില്ല. നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് വളരെയേറെ ശോഭനമായ ഒരു ഭാവി നിങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ സഹായിക്കുന്നതാണ്. അടുത്തത് തിരുവോണം നക്ഷത്രമാണ്. തിരുവോണ നക്ഷത്രക്കാരും കേതുദശാകാലത്ത് നാഗങ്ങളെ ആരാധിക്കുന്നത് വളരെ നല്ലതാണ്. കുടുംബത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉയർച്ചയും വന്നു തരാൻ ഈ നാഗാരാധന കൊണ്ട് നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും. സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന, അല്ലെങ്കിൽ തൊഴിൽ മേഖലയുമായൊക്കെ ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകൾ, അത് ബിസിനസ് മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്കൊക്കെ വളരെ നല്ലൊരു സമയവും കാര്യങ്ങളും ഒക്കെ വന്നു ചേരുന്നതിനെ നാഗദേവതയെ ആരാധിക്കേണ്ടത് അത്യാവശ്യമാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരുന്നത് തന്നാൽ കഴിയുന്ന വഴിപാടുകൾ ആരാധിക്കുന്നതും വളരെ ഉത്തമമായ ഒരു മാറ്റം നൽകുന്നതാണ്. അടുത്ത നക്ഷത്രം ചതയമാണ്. ചതയ നക്ഷത്രക്കാരും നാഗദേവതയെ ആരാധിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് കർമ്മരംഗത്ത് ഉയർച്ചയുണ്ടാകാൻ സഹായിക്കും. നേട്ടങ്ങൾ വന്നു ചേരും. കുടുംബ സൗഖ്യം ലഭിക്കും. അതേപോലെ ശത്രുദോഷത്താലൊക്കെ വലയുന്ന ആളുകൾക്ക് അതൊരു സഹായമായി ഭവിക്കുകയും ചെയ്യും. നാഗക്ഷേത്ര ദർശനം അവർക്ക് സഹായകരമായി തന്നെ ഭവിക്കും. നാഗദേവകളെ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് സഹായമായി അവർ ഒപ്പം തന്നെ ഉണ്ടാകും. ഇത് സൗഭാഗ്യം കൊണ്ടുവരി. ഏതു കാര്യത്തിലും ദേവതയെ ഒന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചതിന് ശേഷം ഇറങ്ങുന്നത് ഗുണകരമായ ഒരു മാറ്റം തന്നെയായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത്. അടുത്തത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്കും കേതുദശാകാലത്ത് നാഗദേവതയെ ആരാധിക്കുന്നത് വളരെ ഗുണകരമായ മാറ്റം നൽകുന്നതാണ്. സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യവും വന്നു ചേരാൻ ഇത് കാരണമാകും. രോഗദുരിതങ്ങൾ അകലുകയും സൗഭാഗ്യങ്ങളും ഗുണഫലങ്ങളും മക്കൾക്ക് ഉണ്ടാവുകയും നിങ്ങളുടെ മക്കളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ ഓർത്ത് നിങ്ങളുടെ മനസ്സിപ്പോൾ കഷ്ടത ക്ലേശിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് മാറുന്നതിന് നാഗക്ഷേത്ര ദർശനം നടത്തുകയും നമ്മളാൽ കഴിയുന്ന വഴിപാടുകൾ കഴിപ്പിക്കുന്നത് കുടുംബ സൗഖ്യം, കുടുംബത്തിൽ അസുഖമായി ബാധിച്ചിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഒരു സൗഖ്യമായി ഭവിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ അധ്യായത്തിൽ നാഗയക്ഷിയമ്മയുടെ അനുഗ്രഹമുള്ള, അല്ലെങ്കിൽ നാഗയക്ഷിയുമായി ബന്ധപ്പെട്ട നക്ഷത്രക്കാരെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ ഇതൊരു അറിവായി ഏവർക്കും ഗുണകരമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.